ശബരിമല തീർത്ഥാടന കാലം ആരംഭിച്ച ശേഷം ഒരു മാസം പിന്നിടുമ്പോൾ ആകെ വരുമാനം 210 കോടി രൂപയായതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ അറിയിച്ചു. ഇതിൽ 106 കോടി രൂപ അരവണ വിൽപ്പനയിലൂടെയാണ് ലഭിച്ചിരിക്കുന്നത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച വരുമാനത്തിൽ വലിയ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ശബരിമല തീർത്ഥാടനം ആരംഭിച്ച ശേഷം ഇതുവരെ ആകെ വരുമാനം 210 കോടി രൂപയായതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞു. ഇതിൽ 106 കോടി രൂപ അരവണ വിൽപ്പനയിലൂടെയാണ് ലഭിച്ചിരിക്കുന്നത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വരുമാനത്തിൽ വലിയ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. വലിയ പ്രശ്നമില്ലാതെ സുഗമ ദർശനം സാധ്യമായ തീർത്ഥാടന കാലമാണിത്. ഭക്തരും മാധ്യമങ്ങളും സന്തോഷപ്രദമായ അനുഭവമായാണ് ഈ തീർത്ഥാടന കാലത്തെ കാണുന്നതെന്നും പ്രസിഡന്റ് പറഞ്ഞു. ദേവസ്വം ഗസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിൽ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ യോഗത്തിനു ശേഷം സംസാരിക്കുകയായിരുന്നു പ്രസിഡന്റ്. ഈ സീസണിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സുഗമ ദർശനം സാധ്യമായ ഒരു കാലയളവായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. മാധ്യമങ്ങളും അതുപോലെ തന്നെ വന്നുപോയ ഭക്തന്മാരും വളരെ സന്തോഷപ്രദമായിട്ടുള്ളൊരു അനുഭവമായിട്ട് ഈ തീർത്ഥാടന കാലം കാണുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ ചാരിതാർത്ഥ്യം തരുന്ന ഒരു സംഗതിയാണ്. ഈ വർഷം ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒന്ന്, പിന്നെ വരുമാനത്തിൻ്റെ കാര്യത്തിലും മറ്റു വർഷങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ഇൻകം ഇതിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു വർഷം കൂടിയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇതുവരെ എൻ്റെ കയ്യിലുള്ള ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ചിട്ട് ഏതാണ്ട് 210 കോടി രൂപ ആകെ വരുമാനം വന്നിരിക്കുകയാണ്. ഈ 33 ദിവസം കൊണ്ട് ഏതാണ്ട് 210 കോടി രൂപ വരുമാനം വന്നിരിക്കുന്നു. അതിൽ തന്നെ അതിൻ്റെ പകുതിയിലേറെ 106 കോടി രൂപ അരവണ വിൽപ്പനയിലൂടെയാണ് വന്നിരിക്കുന്നത്. താമസത്തിന് മുറിയെടുക്കുന്നവർക്ക് മുൻകൂറായി നൽകുന്ന നിക്ഷേപ തുക തിരികെ ലഭിക്കുന്നില്ലെന്ന് പരാതിക്ക് പരിഹാരമായി തുക തിരിച്ചു നൽകുന്നതിന് പ്രത്യേക കൗണ്ടർ തുറക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു. കൗണ്ടറിലെ തിരക്ക് കാരണം പലർക്കും തുക മടക്കി വാങ്ങാൻ കഴിയാതെ വന്നിരുന്നു. ഇതേ തുടർന്ന് പരാതി ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് റീഫണ്ട് കൗണ്ടർ തുറക്കുന്നത്. അക്കോമഡേഷൻ ഓഫീസിലാണ് കൗണ്ടർ പ്രവർത്തിക്കുക. അർഹതപ്പെട്ട മുഴുവൻ തുകയും ഭക്തർക്ക് തിരികെ നൽകുന്നതിനുള്ള ക്രമീകരണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. 500 മുറികളാണ് താമസത്തിനായി വിട്ടു നൽകുന്നത്. സോഫ്റ്റ്വെയറിൽ ഇതിനുള്ള മാറ്റങ്ങളും ഏർപ്പെടുത്തും. ഓൺലൈനായും ഓഫ്ലൈനായും മുറി ബുക്ക് ചെയ്യുമ്പോൾ മുൻകൂർ നിക്ഷേപമായി നൽകുന്ന തുക തിരികെ നൽകും. ഓൺലൈനിൽ ബുക്ക് ചെയ്യുമ്പോൾ നൽകുന്ന തുക തിരികെ അക്കൗണ്ടിലേക്ക് നൽകുന്നതിന് സോഫ്റ്റ്വെയറിൽ മാറ്റം വരുത്തും. ന്യൂസ് ബ്യൂറോ, സന്നിധാനം.